കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നമ്മൾ കിഷ്കിന്ധാകാന്ഡം 4-ാം സർഗം 50-ാമത്തെ ശ്ലോകം വായിച്ചിട്ടാണ് നിർത്തിയത്. അപ്പോൾ സീതയെ തിരഞ്ഞ് കണ്ടുപിടിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തതിൻ്റെ അത് നിറവേറ്റിയിട്ടില്ലെങ്കിൽ ഉപകാരസ്മരണ ഇല്ലാത്ത അങ്ങയെ രാമൻ ബാലി വധിച്ച പോലെ വധിക്കുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് സുഗ്രീവൻ പറഞ്ഞു, നീ ശരിയാണ് പറഞ്ഞതെന്ന് ബോധ്യമായിട്ട് പറഞ്ഞു, 10 ദിക്കിലേക്കും 1000 വാനരന്മാരെ തിരഞ്ഞെടുത്ത് ഇപ്പം തന്നെ അയക്കൂ എന്ന് പറഞ്ഞു സീതാന്വേഷണത്തിനായിട്ട്. അതല്ലേ പറഞ്ഞു നിർത്തിയത്. ഇനി 51-ഉം 52-ഉം. സപ്തദ്വീപഗതാൻ സർവാൻ വാനരാനാനയന്തു തേ പക്ഷമധ്യേ സമായാന്തു സർവേ വാനരപുങ്കവാഹ യേ പക്ഷമതിവർത്തന്തെ തേ വധ്യാമേ ന സംശയ ഇത്യാജ്ഞാപ്യ ഹനുമന്തം സുഗ്രീവോ ഗൃഹമാവിശദ്. സപ്തദ്വീപഗതാൻ സർവാൻ വാനരാൻ 7 ദ്വീപുകളിലും വസിക്കണ ശക്തിമാന്മാരായിട്ടുള്ള വാനരന്മാരെയൊക്കെ എല്ലാ വാനരന്മാരെയും തേ ആനയന്തു വരാൻ പറയൂ. എന്നിട്ട് സർവേ വാനര പുങ്കവാഹ അതിലത്തെ വാനര വീരന്മാരൊക്കെ പക്ഷമധ്യേ സമായാന്തു ഒരു പക്ഷത്തിനുള്ളിൽ വരട്ടെ. ഏ പക്ഷം അതായത് മിടുക്കന്മാരായിട്ടുള്ള വാനന്മാരൊക്കെ ഒന്നിച്ച് നിൽക്കുക. ഏ പക്ഷം അതിവർത്തന്തേ എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ലീഡറായിട്ടേ ഏതൊരു പക്ഷത്തെയാണ് ഒരാൾ ലീഡർ വെച്ചാൽ തേ മേ വധ്യാഹം എന്നാ സംശയ. അതായത് അവർ ജയിക്കാതെ ഞാൻ പറയണ കാര്യം സീത അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ തിരിച്ചു വന്നാൽ എന്താ തേ മേ വധ്യാഹ എന്ന സംശയം, അവർ എന്നാൽ വധിക്കപ്പെടും അല്ലെങ്കിൽ വധിക്കപ്പെടാൻ അർഹരാവും. അവർ കാര്യം സാധിക്കാതെ വന്നാൽ അവർ വധിക്കാൻ അർഹരാവും, ഞാൻ അവരെ കൊല്ലുന്ന. ഹനുമന്തം ഇത് ആജ്ഞാപ്യ ഹനുമാനോട് ഇപ്രകാരം ആജ്ഞാപിച്ചിട്ട് സുഗ്രീവ ഗൃഹം ആവശ്യത്. പേടിയായി സുഗ്രീവൻ വേഗം രാജസ്ഥാനിലേക്ക് പോയി. അതായത് 7 ദ്വീപുകളിലും വസിക്കണ സകല വാനരന്മാരെയും ഇവിടെ വരട്ടെ. അവർ എല്ലാ വാനര വീരന്മാരും ഒരു പക്ഷത്തിനുള്ളിൽ എന്ന് പറയണ്ട, പക്ഷമധ്യേ സമായാന്തു 15 ദിവസത്തിനുള്ളിൽ ഇവിടെ വരണം. ഇനി 15 ദിവസം കൊടുക്കാം. അപ്പോഴേക്കും 7 ദ്വീപുകളിലുള്ള എല്ലാ വാനരന്മാരും ഇവിടെ എത്തണം. ആരാണ് അതിപ്പോൾ അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വരാത്തവരെ കൊല്ലുന്നതാണ്. അതായത് സീത അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൊല്ലുന്നതല്ല. സോറി, ഞാൻ ആ ഭാഗം വായിച്ചില്ല. പക്ഷമധ്യേ സമായാന്തു അതായത് ഒരു പക്ഷത്തിന് പറഞ്ഞാൽ 15 ദിവസം. ഒരു പക്ഷം 15 ദിവസമാണല്ലോ. കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും ഒക്കെ ഉണ്ടല്ലോ. അതായത് ഒരു മാസത്തിൽ 2 വരിക, വെളുത്ത പക്ഷവും കറുത്ത പക്ഷം. 15 ദിവസമാണ് ഒരു പക്ഷം. അപ്പോൾ പറഞ്ഞു 7 ദ്വീപിലുള്ള എല്ലാ വാനരന്മാരും 15 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തണം. എന്നിട്ട് ഈ 15 അതിൽ വാനര വീരന്മാരൊക്കെ ഉണ്ടാവും. അതായത് അവരുടെ എല്ലാ സകലരും ഇവിടെ വരണം. എന്നിട്ട് ആരാണ് 15 ദിവസത്തിനുള്ളിൽ ഇവിടെ വരാത്ത അവരെ ഞാൻ തീർച്ചയായിട്ടും വധിക്കും എന്ന് പറഞ്ഞ് ഹനുമാനോട് ആജ്ഞാപിച്ചതിന് ശേഷം സുഗ്രീവൻ സ്വന്തം രാജധാനിയിലേക്ക് പോയി. സുഗ്രീവൻ ശരിക്കും പേടിയായി. സപ്തദ്വീപ് അതായത് ബാലിയുടെ വിധി അവനും വരുമെന്നേ. സപ്തദ്വീപഗതാൻ സർവാൻ വാനരാനാനയന്തു തേ പക്ഷമധ്യേ സമായാന്തു സർവേ വാനരപുങ്കവാഹ യേ പക്ഷമതിവർത്തന്തെ തേ വധ്യാമേ ന സംശയ ഇത്യാജ്ഞാപ്യ ഹനുമന്തം സുഗ്രീവോ ഗൃഹമാവിശദ്. ഇനി 53. സുഗ്രീവാജ്ഞാം പുരസ്കൃത്യ ഹനുമാൻ മന്ത്രിസത്തമ തൽക്ഷണേ പ്രേഷയാമാസ ഹരീൻ ദശദിശ സുധീഹി. മന്ത്രിസത്തമഃ സുധീഹി ഹനുമാൻ ബുദ്ധിമാനായിട്ടുള്ള മന്ത്രി, ഉത്തമ മന്ത്രിയുമായിട്ടുള്ള ഹനുമാൻ സുഗ്രീവാജ്ഞാം പുരസ്കൃത്യ സുഗ്രീവൻ്റെ ആജ്ഞയെ ബഹുമാനിച്ചിട്ട്
തൽക്ഷണേ അപ്പം തന്നെ ഹരീൻ ദശദിശ പ്രേഷയാമാസ, വാനന്മാരെ 10 ദിക്കുകളിലേക്കും അയച്ചു. അതായത് അതായത് നല്ലൊരു മന്ത്രിയാണ്. സാധാരണ ഒരു മന്ത്രി എന്നല്ല ഹനുമാൻ, അല്ലേ? നല്ലൊരു മന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ, അതിബുദ്ധിമാനുമാണ്. അങ്ങനെയുള്ള ഹനുമാൻ രാജാവിൻ്റെ ആജ്ഞയെ അനുസരിച്ച് ഉടനെ തന്നെ വാനന്മാരെ 10 ദിക്കിലേക്കും അയച്ചു. അതൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളാണല്ലോ ഹനുമാൻ. സുഗ്രീവാജ്ഞം പുരസ്കൃത്യ ഹനുമാൻ മന്ത്രി സത്തമ തൽക്ഷണേ പ്രേഷയാമാസ ഹരീൻ ദശദിശ സുധി. ഹരി എന്ന് പറഞ്ഞാൽ ഇവിടെ വാനന്മാരനെയാണ് കേട്ടോ. ഇനി അഗണിത ഗുണസത്വാൻ വായുവേഗപ്രചാരാൻ വനചര ഗണമുഖ്യാൻ പർവ്വതാകാരരൂപാൻ പവനഹിതകുമാര പ്രേഷയാമാസ ദൂതാനധിരഭസതരാത്മാ ദാനമാനാതിതൃപ്താൻ. അഗണിഗുണസത്വാൻ, അതായത് അഗണിത ഗുണങ്ങളോടും സത്വത്തോടും കൂടിയവരും വായുവേഗപ്രചാരാൻ, വായുവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നവരും പർവ്വതാകാര രൂപാൻ, അത്ര വലിപ്പം, പർവ്വതത്തിൻ്റെ അത്ര വലിപ്പത്തോടു കൂടിയവരും ദാനമാനാദി തൃപ്താൻ, ദാനമാനാദികൾ കൊണ്ട് തൃപ്തരാവരുമായ വനചരഗണമുഖ്യാൻ ദൂതാൻ, വാനരന്മാരിലെ വളരെ ഉത്തമന്മാരായ ദൂതന്മാരെ അധിരവസതരാത്മാ പവനഹിതകുമാര, അതിസംരംഭത്തോടുകൂടിയുള്ള മനസ്സുള്ള വായുവിൻ്റെ പ്രിയപുത്രൻ ഹനുമാൻ. പവനഹിതകുമാര, വായു ഭഗവാന്റെ പുത്രനാണല്ലോ, ഏറ്റവും ഇഷ്ടമുള്ള പുത്രനാണ് പ്രിയപുത്രൻ. പ്രേഷയാമാസ അതായത് അയച്ചു. അതായത് ഭയങ്കര ഗുണങ്ങളും, അതായത് നല്ല ശക്തി, വീര്യം, സ്വഭാവഗുണം, ഇങ്ങനെയുള്ള പല അവരുടെ ഗുണങ്ങൾ എത്രയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഗുണങ്ങളോട് കൂടിയവരും നല്ല വീരശൂര പരാക്രമികളും വായുവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവരും പർവ്വതം പോലെ വലിപ്പമുള്ളവരും ഈ ദാനവും ഒക്കെ കൊടുത്താൽ അതായത് അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു ഹനുമാനെ സന്തോഷിപ്പിച്ചു. എന്നിട്ട് ഈ വാനന്മാർ നല്ല സന്തോഷമായിട്ട് ചെയ്ത് അന്വേഷിക്കാൻ പോട്ടെ വെച്ചിട്ടേ അവർക്കതൊക്കെ കൊടുത്തിട്ട് സന്തോഷമായി അവർക്ക്. അതായത് അവരെ സന്തോഷിപ്പിച്ചിട്ടാണ് അയക്കണത് ഹനുമാനെ. അതുകൊണ്ടാണ് ദാനമാനാദി കൊണ്ട് സന്തുഷ്ടന്മാരുമായ ആ വാനരന്മാരെ വളരെ ജാഗ്രതയുള്ള മനസ്സോടു കൂടിയിട്ടുള്ള ഹനുമാൻ അയച്ചു 10 ദിക്കിലേക്കും എന്ന് പറയുകയാണ്. അതായത് വെറുതെ അയക്കല്ല, സാധാരണ വാനരന്മാരുമല്ല, ആ വാനരന്മാരിൽ തന്നെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് നല്ല ശക്തിൻ്റെ അവരെ വീരശൂര പരാക്രമികളാണ്, കണ്ടാലും നല്ല വലിപ്പവും ബലശാലികളാണ്. അങ്ങനെയുള്ളവരെ ധാരാളം ദാനം സാധനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച്, ഭക്ഷണം അടക്കം കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് ഹനുമാൻ അവരെ അയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സന്തോഷമായിട്ട് പോയിട്ട് സീതയെ അന്വേഷിക്കാൻ നല്ല ജാഗ്രതയോടുകൂടി പോവുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ 4-ാം സർഗം അവസാനിപ്പിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് 5-ാം സർഗം കൂടി തുടങ്ങാം കേട്ടോ. അഗണിത ഗുണസത്വാൻ, സാധാരണ വാനന്മാർക്കുള്ള ഗുണങ്ങളിലും അധികം ഗുണങ്ങളുള്ള വാനന്മാരാണ്. പിന്നെയോ വായുവേഗ പ്രചാരാൻ, വായുവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവരാണ്. വനചരഗണമുഖ്യാൻ പർവ്വതാകാര രൂപാൻ, പർവ്വതാകാരം പൂണ്ടതാണ്. അതായത് പിന്നെ വാനര ശ്രേഷ്ഠന്മാരാണ്, ഗണമുഖ്യന്മാരാണ്, നല്ല ശ്രേഷ്ഠന്മാരാണ്, പർവ്വതാകാരമുള്ള വലിപ്പമുള്ളവരാണ്. പവനഹിതകുമാര എന്ന് പറഞ്ഞാൽ ഇവിടെ പവനഹിതകുമാരനായ ഹനുമാൻ. പ്രേഷയാമാസ അയച്ചു ദൂതാനതിരഭസരാത്മാ ദാനമാനാദി തൃപ്താൻ, അവരെ ദാനമാനാദികൾ കൊണ്ട് തൃപ്തിപ്പെടുത്തി അയച്ചു. അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മൾ ഈ 4-ാം സർഗം കഴിഞ്ഞു. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡേ 4ാ സർഗ. ഇനി കിഷ്കിന്ധാകാന്ഡം 5-ാം സർഗത്തിലേക്ക് നമുക്ക് കടക്കാം. ശ്രീ മഹാദേവ ഉവാച. ആസ് യൂഷ്വൽ പിന്നെ ആരാണ് ശിവൻ പറയണത്, പാർവതിയോട് പറയണതാണ് ആദ്യത്തെ ശ്ലോകം. ശ്രീ മഹാദേവ ഉവാച. രാമസ്തു പർവതസ്യാഗ്രേ മണിസാനൗ നിശാമുഖേ സീതാവിരഹജം ശോക അസഹന്നിതമബ്രവീത്. ശോകം അസഹന്നിതമബ്രവീത്, സഹിക്കാൻ വയ്യാത്ത ശോകം. അപ്പോൾ ശിവൻ പറയാണ്, പാർവതി ദേവി രാമഹ തു, രാമനാകട്ടെ പർവ്വതസ്യ അഗ്രേ മണിസാനോ, പർവ്വതത്തിൻ്റെ അഗ്രത്തിൽ ആ മണിമയമായിട്ടുള്ള ആ കൊടുമുടിയിൽ നിശാമുഖേ, അതായത്
രാത്രി ആവാറായിരുന്നു, സന്ധ്യ കഴിഞ്ഞു. സീതാവിരഹജം ശോകം, സീതയെ പിരിഞ്ഞിട്ടുള്ള ദുഃഖത്തെ അസഹൻ ചാലോ ആ വിരഹദുഃഖം സഹിക്കാൻ പറ്റാത്തവനായിട്ട് ഇതം അബ്രവീത് ഇപ്രകാരം പറഞ്ഞു. എന്താണ് ശിവഭഗവാൻ പാർവതീദേവിയോട് പറഞ്ഞത്? ഹേ പാർവതീദേവി, ശ്രീരാമൻ ആ പർവ്വതത്തിൻ്റെ അഗ്രത്തിലുള്ള ആ നല്ല കൊടുമുടിയിൽ ഈ ഇരുന്നും കൊണ്ട് സന്ധ്യ ഇങ്ങോട്ട് കഴിഞ്ഞു, രാത്രി തുടങ്ങാറായി. ആ സമയത്ത് സീതയുടെ വിരഹദുഃഖം കൊണ്ടുണ്ടായ അസഹ്യമായിട്ടുള്ള ദുഃഖം കാരണം ഇപ്രകാരം പറഞ്ഞു. ഇനി രാമൻ ലക്ഷ്മണനോട് പറഞ്ഞ, ലക്ഷ്മണല്ലാണ്ട് അവിടെ ആരും ഇല്ലല്ലോ, ലക്ഷ്മണനോട് പറയുകയാണ്. ഇപ്പോൾ ശ്രീ മഹാദേവ വാച രാമസ്തു പർവ്വതസ്യാഗ്രേ മണിസാനോ നിശാമുഖേ സീതാവിരഹജം ശോകം അസഹന്നിതമബ്രവീത്. സഹിക്കാൻ പറ്റാതെ ഇപ്രകാരം പറഞ്ഞു. ആദ്യം ഇപ്പോൾ ലക്ഷ്മണനെ ഉപദേശിച്ചൊക്കെ ചെയ്തു ക്രിയാമാർഗമൊക്കെ. അത് കഴിഞ്ഞപ്പോഴേക്കും മായാമാനുഷ്യനായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോഴേ അതുവരെ ക്രിയാമാർഗോപദേശമൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഭഗവാൻ തന്നെയാണെന്നുള്ള നിലയ്ക്കാണല്ലോ വർത്തമാനമൊക്കെ പറഞ്ഞത് അല്ലേ. എന്നെ ഇങ്ങനെ പൂജിക്കണം അങ്ങനെ പൂജിക്കണം എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് മായാമാനുഷ്യനായിട്ട് തന്നെ അഭിനയിച്ച് വിരഹദുഃഖം അഭിനയിച്ച് ലക്ഷ്മണനോട് പറയാണ്, പശ്യ ലക്ഷ്മണ മേ സീത രാക്ഷസേന ഹൃതാ ബലാത് മൃതാമൃതാ വാ നിശ്ചേതും ന ജാനേദ്യാഭിഭാമിനിം. ലക്ഷ്മണ പശ്യ, ഹേ ലക്ഷ്മണ നോക്കൂ, മേ സീത രാക്ഷസേന ബലാത് ഹൃത, എൻ്റെ സീത ആ രാക്ഷസനാൽ ബലാത്കാരമായിട്ട് എൻ്റെ കയ്യിൽ നിന്നും അകറ്റപ്പെട്ടു. മൃത ഹൃത്വമിനെ അപഹരിച്ചു അല്ലേ. മൃത അമൃതാവ, മരിച്ചോ ജീവിച്ചോ. മൃത അമൃതാവ മീൻസ് മരിച്ചെന്നോ അതോ ജീവിച്ചിരിക്കണോ എന്ന് ഭാമിനിയും നിശ്ചയതും അറിയില്ല. ആ സീത, ഭാമിനി മനമ്പോട് സീത, അതായത് സീത ജീവിച്ചിരിക്കണ്ടോ മരിച്ചൊന്നും കൂടി എനിക്കറിയില്ല. അദ്യാപി ഇന്ന ജാനെ, ഇപ്പോഴും എനിക്കറിയില്ലല്ലോ അതാണ്. അതായത് ഹേ ലക്ഷ്മണ നോക്കൂ, ഇത് കേൾക്കൂ, എൻ്റെ സീതയെ ആ രാക്ഷസൻ ബലം പ്രയോഗിച്ച് അപഹരിച്ചു കൊണ്ടുപോയി. അവളിപ്പോൾ മരിച്ചോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുപോലും എനിക്ക് അറിയാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീരാമൻ പറയണത്, പശ്യ ലക്ഷ്മണമേ സീത രാക്ഷസേന ഹൃതാ ബലാത് മൃതാമൃതാവാ നിശ്ചയതും ന ജാനേദ്യാഭിഭാമിനിം. ആ സീത ജീവിച്ചിരിക്കണ്ടോ ഇല്ലയെന്ന് പോലും എനിക്ക് അറിയാൻ നിവൃത്തിയില്ലല്ലോ എന്ന് ദുഃഖിക്കുകയാണ്. ശ്രീരാമനെ എല്ലാം അറിയാലോ, ഈശ്വര അത്ഭുതവും ഭഗവാൻ. ഇനി 3, 4, 5, 6 ഒന്നിച്ചാ ചെയ്യണം കേട്ടോ. ജീവതീതി മമ ബ്രൂയാൽ കശ്ചിദ്വാ പ്രിയകൃത്സ മേ യദി ജാനാമി താം സാധ്വീം ജീവന്തിം യത്ര കുത്ര വാ ഹഠാദേവാ ഹരിഷ്യാമി സുധാമിവ പയോനിധേ പ്രതിജ്ഞാം ശൃണു മേ ഭ്രാതര്യേന മേ ജനകാത്മജ നീതാതം ഭസ്മസാൽക്കുര്യം സപുത്രബലവാഹനം ഹാസീതേ ചന്ദ്രവദനേ വസന്തി രാക്ഷസാലയേ ദുഃഖാർത്ഥാമാം ന പശ്യന്തി കഥം പ്രാണാൻ ധരിഷ്യസി ചന്ദ്രോപി ഭാനുവത് ഭാതി മമ ചന്ദ്രാനനം വിന. പാവം ജീവതി ഇതി ജീവിക്കുന്നു ഉണ്ടെങ്കിൽ കശ്ചിൽ മമ ബ്രൂയാത് ആരോടെങ്കിലും പറഞ്ഞാൽ സഹ മേ പ്രിയകൃത് ആരെങ്കിലും വന്നിട്ട് എന്നോട് സീത ജീവിച്ചിരിക്കണോ എന്ന് പറഞ്ഞാലും മതി. എന്നാൽ അവനെ എനിക്ക് അങ്ങേയറ്റം സ്നേഹം തോന്നും. കാരണം എനിക്ക് അതൊന്നും അറിഞ്ഞാലും മതിയായിരുന്നു. ആരെങ്കിലും സീത ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അവനെ എനിക്ക് അത്ര ഇഷ്ടാവും. താം സാധ്വീം ആ പതിവ്രതയെ എത്ര കുത്രവാ ജീവന്തിയും ജാനാമി യതി, എവിടെയാണ് ജീവിച്ചിരിക്കണമെന്ന് അറിഞ്ഞാൽ, ജീവിച്ചിരിക്കേണ്ടെന്നറിഞ്ഞ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അയാളോട് തന്നെ എനിക്ക് ഒരുപാട് കടപ്പാട്. ഇനി അതല്ല, എവിടെയാണെന്നും കൂടി അറിഞ്ഞു വന്നാൽ പയോനിധേഹേ സുധാം ഇവ, സമുദ്രത്തിലത്തെ അമൃത് എന്ന് പോലെ, സമുദ്രം കടഞ്ഞിട്ട് അമൃത് കിട്ടിയല്ലോ, ക്ഷീരസാഗരം കടഞ്ഞിട്ട് ഹഠാത് ഏവ ആഹരിഷ്യാമി, ബലാത്കാരേണ തന്നെ ആഹരിക്കുന്നേൻ. ഭ്രാത അമൃത് പോലെ ഞാൻ ആ ഒരു എന്താണ് ആ വിവരത്തിനെ ഞാൻ ഭക്ഷിക്കും. ഭ്രാതഃ മേ പ്രതിജ്ഞാം ശൃണു, ലക്ഷ്മണ എൻ്റെ സോദര
എൻ്റെ ഈ ശപഥം കേൾക്കൂ. മേ ജനകാത്മജ, എൻ്റെ ആ സീത, ജനകൻ്റെ പുത്രിയായിട്ടുള്ള സീത, ഏന നീത, ആരാൽ കൊണ്ടുവരപ്പെടുന്നുവോ എൻ്റെ അടുത്തേക്ക് സീതയെ കണ്ടുപിടിച്ചിട്ടേ, തം സപുത്ര ബലവാഹനം ഭസ്മസാത് കുര്യം, അവനെ ഞാൻ പുത്ര സൈന്യവാഹനങ്ങളോടുകൂടി ഞാൻ ഭസ്മമാക്കും. ഹാ ചന്ദ്രവദനെ, അല്ല ആരാണ് എൻ്റെ സീത അപഹരിച്ചത്, അയാളെ ഞാൻ ഭസ്മാക്കും. എന്നിട്ട് പിന്നെ സീതയെ വിളിക്കുകയാണ്. സീത ഇവിടെ ഇല്ല എങ്കിലും സീതയെ വിളിച്ച് കരയണ പോലെ, ഹാ ചന്ദ്രവദനെ സീതേ, ഹാ ചന്ദ്രമുഖിയായിട്ടുള്ള സീതേ, രാക്ഷസാലയെ വസന്തി, രാക്ഷസാലയത്തിൽ രാക്ഷസൻ്റെ പിന്നെ രാജധാനിയിൽ വസിക്കുന്നവളും, മാംന പശ്യന്തി, എന്നെ കാണാത്തവളുമായ നീ, കഥം പ്രാണാൻ ധരിച്ചത്, നീ എങ്ങനെയാണ് എന്നെ കാണാതെ അവിടെ ജീവിച്ചിരിക്കണത്, നിൻ്റെ ജീവൻ എങ്ങനെയാണ് നിലനിർത്തണത്. ചന്ദ്രാനനാം വിന, ആ ചന്ദ്രമുഖിയെ കൂടാതെ, മമ എനിക്ക്, ചന്ദ്രഹ അഭി, ചന്ദ്രനും ഭാനുവത് ഭാതി, സൂര്യനെ പോലെ തോന്നുന്നു. അതായത് എന്താ പറയണ വെച്ചാൽ, ഹേ ലക്ഷ്മണ, എൻ്റെ ജാനകി ജീവിച്ചിരിക്കണ്ടെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ അയാളോട് എനിക്ക് അത്ര കടപ്പാടുണ്ടാവും, അല്ലെങ്കിൽ അത്ര ഇഷ്ടമാവും എനിക്ക് അയാളെ. ആ പതിവ്രത എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എങ്കിൽ ഞാൻ പാൽക്കടൽ കടഞ്ഞ് അമൃതമെടുത്ത പോലെ എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ പോയി എവിടെയാണെന്ന് അറിയണം. അറിഞ്ഞാൽ ഞാൻ എത്ര ബുദ്ധിമുട്ടിയാലും, പാൽക്കടൽ കടയാൻ എത്ര ബുദ്ധിമുട്ടിയില്ലേ ദേവന്മാരെ അസുരന്മാരും കൂടിയിട്ട്, അത്ര ബുദ്ധിമുട്ട് സഹിച്ചും ഞാൻ ആ അമൃതമാകുന്ന സീതയെ ഞാൻ തിരിച്ചു മേടിക്കും, കൊണ്ടുവരും. സഹോദര, ഞാൻ ചെയ്യണ ഈ ശപഥം കേട്ടോളൂ. ഏതൊരുവനാണ് എൻ്റെ ജാനകിയെ കൊണ്ടുപോയത് അവനെയും അവൻ്റെ സഹായമായിട്ടുള്ളവരെയും ഒക്കെ ഞാൻ, അതായത് അവൻ്റെ മക്കളെയും സൈന്യത്തിനെയും ഒക്കെ ഞാൻ ഭസ്മാക്കും. അത്ര ദേഷ്യമുണ്ട്. എന്നിട്ട് പിന്നെ സീതയെ വിളിച്ച് കരയാ, ഹാ ചന്ദ്രമുഖി സീതേ, നീ ഈ രാക്ഷസൻ്റെ കൊട്ടാരത്തിൽ ദുഃഖിച്ചിരിക്കണു, എന്നെ കാണാതെ നീ എങ്ങനെയാണ് ജീവൻ നിലനിർത്തണത് അവിടെ. ഹാ ലക്ഷ്മണ, എനിക്ക് ആ ചന്ദ്രമുഖിയായിട്ടുള്ള സീതയെ പിരിഞ്ഞതുകൊണ്ട് ചന്ദ്രനും കൂടി എനിക്ക് സൂര്യനെ പോലെ തോന്നുന്നു. വെച്ചാൽ ഭയങ്കര ചൂടാണല്ലേ, സൂര്യനിപ്പം ചൂടല്ലേ, ചന്ദ്രൻ നമ്മൾ പറയുക നല്ല കുളിരാന്നൊക്കെ അല്ലേ, പക്ഷെ ചന്ദ്രനും കൂടി എനിക്ക് കുളിര് തരണതിന് പകരം എനിക്ക് ചൂടാ തരണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ആ നിലാവത്ത് പോലും ഒരു കുളിര് അനുഭവപ്പെടില്ല മനസ്സിനെ. സൂര്യൻ കത്തിജ്വലിക്കണ പോലെ ചൂടാണ് അനുഭവപ്പെടണത് നിലാവത്ത് പോലും എന്ന് പറഞ്ഞാൽ അത്ര ദുഃഖം ഉണ്ടാകും തന്നെ. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. ഇനി ആരെങ്കിലും എന്നോട് ജാനകി ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് അത്ര ആളോട് അത്ര കടപ്പാടും സ്നേഹവും ഉണ്ടാവും. എവിടെയാണെന്നൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ഞാൻ പാലാഴി കടയാൻ എത്ര ബുദ്ധിമുട്ടിയോ അത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടും ഞാൻ ആ അമൃതമാകുന്ന എൻ്റെ സീതയെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ആരാണ് എൻ്റെ സീതയെ കട്ടുകൊണ്ടുപോയത് ആ ആളെ മാത്രമല്ല, അയാളുടെ സകുടുംബം, സൈന്യം എല്ലാവരെയും ഞാൻ ഭസ്മാക്കും. എന്നിട്ട് പിന്നെ സീതയെ വിളിച്ച് കരയാ, ഹേ സീതേ, ഞാനില്ലാതെ എങ്ങനെ നീ ജീവൻ നിലനിർത്തുന്നു? എനിക്ക് നീയില്ലാത്തത് കൊണ്ടാണ്, നിന്നെയുള്ള വിരഹം കൊണ്ട് എനിക്ക് ഈ ചന്ദ്രൻ, അതായത് ഈ നല്ല ചന്ദ്രിക പോലും എനിക്ക് പൂനിലാവായിട്ട് കുളിര് പകരുന്നതിന് പകരം എനിക്ക് സൂര്യാതാപം പോലെ ചുട്ടതായിട്ട് അനുഭവപ്പെടുന്നു. മീൻസ് അത്ര ദുഃഖം എനിക്കുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് അപ്പോൾ നമുക്കത് 6 വായിച്ചിട്ട് ഒന്നും കൂടി എന്തായാലും ചെയ്യാം. ജീവതീതി മമ ബ്രൂയാൽ കശ്ചിദ്വാ പ്രിയകൃത്സ മേ യതി ജാനാമി താം സാധ്വീം ജീവന്തിം യത്ര കുത്ര വാ ഹഠാദേവാ ഹരിഷ്യാമി സുധാമിവ പയോനിധേ പ്രതിജ്ഞം ശൃണു മേ ഭ്രാതര്യേന മേ ജനകാത്മജാ നീതാതം ഭസ്മസാൽക്കുര്യം സപുത്രബലവാഹനം ഹാസീതേ ചന്ദ്രവദനേ വസന്തി രാക്ഷസാലയേ ദുഃഖാർത്ത മാം ന പശ്യന്തി, എന്നെ കാണാതെ കഥം പ്രാണാൻ ധരിഷ്യസി, നീ എങ്ങനെയാ പ്രാണൻ നിലനിർത്തുന്നത്? ചന്ദ്രോഭിഭാനുവത് ഭാതി, എനിക്കോ ചന്ദ്രൻ്റെ
പ്രഭ പോലും ഭാനുവത് ഭാതി മമ ചന്ദ്രാനനാം വിനാം, എൻ്റെ ചന്ദ്രമുഖി ഇല്ലാതെ ചന്ദ്രൻ്റെ പ്രഭ പോലും എനിക്ക് സൂര്യപ്രഭ പോലെ വളരെ എന്നെ തപിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് എത്രയൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കണോ അല്ലേ. ഇനി ചന്ദ്ര തം ത്വം ജാനകീം സ്പൃഷ്ട്വാ കരൈർമാം സ്പൃശശീതളൈ സുഗ്രീവോപി ദയാഹീനോ ദുഃഖിതം മാം ന പശ്യതി. ചന്ദ്ര അപ്പോൾ പിന്നെ സുഗ്രീവൻ ഇപ്പോൾ വാനരന്മാരോട് വരാൻ പറഞ്ഞ് 10 ദിക്കിലേക്കും അയക്കാൻ പറഞ്ഞതും ഹനുമാൻ ആ ആജ്ഞ നിറവേറ്റിയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഭഗവാൻ അറിഞ്ഞിട്ടില്ല. ലക്ഷ്മണൻ സുഗ്രീവൻ്റെ വരവും കാത്തിരിക്കുകയാണേ. അപ്പോൾ പറയണ ചന്ദ്ര ത്വം ജാനകിയും സ്പൃഷ്ട്വാ, ഹേ ചന്ദ്ര, ചന്ദ്രനോട് പറയാണ്, ചന്ദ്ര നീയെ ജാനകി ഒന്ന് തൊട്ടിട്ട്, ജാനകിയും സ്പൃഷ്ട്വാ മീൻസ് സ്പർശിച്ചിട്ട്, ശീതളൈഹി കരേ, നിൻ്റെ ശീതളങ്ങളായിട്ടുള്ള ആ പിന്നെന്താ പറയുക രശ്മികൾ കൊണ്ട് മാം സ്പൃശ, എന്നെ സ്പർശിച്ചാലും. അപ്പോൾ ചന്ദ്രനോട് പറയണ, ചന്ദ്ര നീ പോയിട്ട് നിൻ്റെ ആ രശ്മികൾ കൊണ്ട്, കിരണങ്ങൾ, ചന്ദ്രകിരണങ്ങളെ കൊണ്ട് ഒന്ന് പോയി സീതയെ തൊടൂ, എന്നിട്ട് അതേ കിരണങ്ങൾ കൊണ്ട് തന്നെ കുളിരേകുന്ന ഒരു സ്പർശം എനിക്കും നൽകൂ എന്ന് പറയാണ്. സുഗ്രീവ അഭി, സുഗ്രീവനാണെങ്കിലോ ദയാഹീനൻ, ഞാൻ എൻ്റെ ശപഥം നിറവേറ്റി ബാലിയെ കൊന്ന് രാജ്യമൊക്കെ തിരിച്ചു കൊടുത്തു, ഭാര്യയും തിരിച്ചു കൊടുത്തു. ഇപ്പം സുഗ്രീവന് ഒരു ദയയില്ല. സുഗ്രീവനാവട്ടെ ദയാഹീന, ദയയില്ലാത്തവനായി. ദുഃഖിതം മാം ന പശ്യതി, എൻ്റെ ദുഃഖത്തിനെ കാണുന്നേയില്ല. ദുഃഖിതനായിട്ടുള്ള എൻ്റെ ദുഃഖത്തിനെ അവൻ കാണുന്നില്ല. അവന് വേണ്ടതൊക്കെ കിട്ടി, അവൻ എന്നെ മറന്നു. ഉപകാരസ്മരണ ഇല്ലാത്തവനെ പോലെ അവൻ ദയാഹീനനായിരിക്കണു എന്ന് പറയണം. എത്ര രസമായിട്ടാണ് പറയണത് അല്ലേ. എന്തൊരു വളരെ ഒരു റൊമാൻറ്റിക്കായിട്ടാണ് ഭഗവാൻ പിന്നെ ചന്ദ്രനോട് പറയാണ്, ഹേ ചന്ദ്ര നീയ് നിൻ്റെ കിരണങ്ങൾ കൊണ്ട് ആ ജാനകിയെ ഒന്ന് സ്പർശിക്കൂ, എന്നിട്ട് അതേ കിരണങ്ങൾ കൊണ്ട് എന്നെ ഒന്ന് സ്പർശിക്കൂ. എന്നാൽ എൻ്റെ ഈ ദുഃഖത്തിന് ശമിപ്പിക്കാനുള്ള ആ ഒരു കുളിര്, ശൈത്യം നിൻ്റെ കിരണങ്ങൾക്ക് കിട്ടും. ജാനകി നീ തൊട്ട് വന്നിട്ട് അതേ കിരണം കൊണ്ട് എന്നെ തൊട്ടാൽ എൻ്റെ ഈ താപം വളരെ കുറയും. കാരണം അപ്പോൾ ജാനകിയെ തൊട്ട കിരണങ്ങൾ എനിക്ക് ശൈത്യം പകരും, അപ്പം എൻ്റെ ദുഃഖം കുറയും എന്നൊക്കെ ചന്ദ്രനോട് പറയാം. എന്നിട്ട് പറയാണ്, സുഗ്രീവനാണെങ്കിലോ ദയാഹീനനായി തീർന്നിരിക്കുന്നു. ദുഃഖിച്ചിരിക്കണ എൻ്റെ ദുഃഖം കാണാൻ അവൻ കാണുന്നില്ല, അവൻ ഉപകാരസ്മരണ ഇല്ലാതെ പോയി എന്നൊക്കെ പറയണം. ഇനി ഒന്നും കൂടി ചെയ്യാം. ചന്ദ്ര ത്വം ജാനകീം സ്പൃഷ്ട്വാ കരൈർമാം സ്പൃശ ശീതളൈ സുഗ്രീവോപി ദയാഹീനോ ദുഃഖിതം മാം ന പശ്യതി. 8 രാജ്യം നിഷ്കണ്ടകം പ്രാപ്യ സ്ത്രീഭി പരിവൃതോരഹ കൃതഘ്നോ ദൃശ്യതേ വ്യക്തം പാനാസക്തോതികാമുഖ. നിഷ്കണ്ടകം രാജ്യം പ്രാപ്യ, ഇപ്പോൾ ശത്രുബാധ ഒന്നുമില്ലാതെ രാജ്യമൊക്കെ തിരിച്ചു കിട്ടി. ബാലിയെ കൊന്നപ്പോളേ ആരും ശത്രുക്കളില്ല, സുഖമായി. രഹ സ്ത്രീഭി പരിവൃത, ഏകാന്തത്തിൽ സ്ത്രീകളാൽ ചുറ്റപ്പെട്ടവനായിട്ട്, പരിവൃത പറഞ്ഞുല്ലോ. പാനാസക്ത, കുടിച്ചും മതിച്ചും കുടിച്ച് ആസക്തനായി, പാനത്തിൽ ആസക്തനായി, ഇങ്ങനെ കുടിച്ചിട്ട് അതികാമുക, അധികം വലിയ കാമുകനായിട്ട്, സ്ത്രീലമ്പടനായിട്ട് തന്നെ അർത്ഥം. വ്യക്തം കൃതജ്ഞ ദൃശ്യതേ, ശരിക്കന്നെ കൃതജ്ഞനായിട്ട്, അതായത് ഉപകാരസ്മരണ ഇല്ലാത്തവനെ, നന്ദികെട്ടവനെ ആയിത്തീർന്നിരിക്കുന്നു എന്ന് പറയാണ്. ആരെപ്പറ്റി? സുഗ്രീവനെ. ലക്ഷ്മണനോട് പറയാണ് ശ്രീരാമൻ, ഈ ഞാൻ ശത്രുബാധ ഇല്ലാത്ത രാജ്യം അവന് തിരിച്ചു കൊടുത്തു ബാലിയെ വെച്ചിട്ട്. എന്നിട്ട് ഇപ്പോൾ രാജ്യം തൻ്റെ ആയി തീർന്നപ്പോൾ ഏകാന്തത്തിൽ അവനെന്താ ചെയ്യണേ? എന്നോടുള്ള പ്രതിജ്ഞയൊക്കെ മറന്നിട്ട് ഏകാന്തത്തിൽ സ്ത്രീകളോട് ചേർന്ന് മദ്യപാനത്തിലും വിഷയസുഖങ്ങളിലും മുഴുകി, അങ്ങേയറ്റം മുഴുകി ഈ സുഗ്രീവൻ ഉപകാരസ്മരണ ഇല്ലാത്ത നന്ദികെട്ടവൻ എന്ന് പറയുന്ന കൃതഘ്നൻ തന്നെ ആയി തീർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും എനിക്കത് വ്യക്തമായി. അല്ലെങ്കിൽ അവൻ ഇപ്പം എൻ്റെ അടുത്ത് വർഷക്കാലം കഴിഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണ്ടേ, ഞാൻ സീതെ ആവാൻ പോവാം, അങ്ങ് സമാധാനമായിട്ടിരിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ വന്നിട്ട്.
അപ്പം അവൻ ശരിക്കന്നെ നന്ദി കെട്ടവനാണ്. രാജ്യം തിരിച്ചു കിട്ടിയപ്പോൾ എല്ലാം മറന്ന് ഇപ്പോൾ സ്ത്രീകളോട് ചേർന്ന് ഏകാന്തത്തിലും മദ്യപാനത്തിലും വിഷയസുഖാനുഭവത്തിലും നിമഗ്നനായിട്ട് നന്ദി കെട്ടവനായി, തീർച്ചയായിട്ടും നന്ദി കെട്ടവനായിത്തീർന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. രാജ്യം നിഷ്കണ്ടകം പ്രാപ്യ സ്ത്രീഭി പരിവൃതോ രഹ കൃതഘ്നോ ദൃശ്യതേ വ്യക്തം പാനാസക്തോതികാമുഖ. അങ്ങനെയാണല്ലോ സുഖം വരുമ്പോൾ ഉത്തരവാദിത്വവും ഈശ്വരനെയും ഒക്കെ മറക്കൂലോ ആൾക്കാരെ. അപ്പം അത് ഇപ്പോൾ ഇവിടെ സുഗ്രീവനും ഉണ്ടായി എന്ന് പറയുകയാണ്. അപ്പം അറിഞ്ഞിട്ടില്ല, ഹനുമാൻ പറഞ്ഞ് പേടിപ്പിച്ചതും ഓൾറെഡി അയച്ചതൊന്നും പിന്നെ അറിഞ്ഞിട്ടില്ല. പറഞ്ഞാൽ എല്ലാം അറിയാം, എന്നാലും അറിഞ്ഞില്ല എന്നടിക്കുകയാണല്ലോ അപ്പോൾ ഭഗവാൻ. അപ്പോൾ ഇവിടെ നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.